ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ചുരിദാർ, അതായത് ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് ചുരിദാർ ആയിക്കോട്ടെ, ബ്ലൗസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നൈറ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഞാനൊരു ചുരിദാർ കട്ടിങ്ങാണ് കാണിക്കുന്നത്, അതായത് പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചുരിദാർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തുണി നാലാക്കിയിട്ട് മടക്കിയിടുക. ഈ ഒരു പാറ്റേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചുരിദാർ ആയിക്കോട്ടെ, നൈറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്ത് ആണെങ്കിലും അത് ഈ ഒരു പാറ്റേൺ അതിൻ്റെ മുകളിൽ വെച്ച് വരക്കുക, വെട്ടുക, ഇത്രയാണ് നമുക്ക് പണിയുള്ളൂ. അപ്പോൾ നമുക്ക് ടൈലറിങ് അറിയില്ല എന്നുള്ള യാതൊരു പേടിയും കാര്യങ്ങളും വേണ്ട. ഒരു ബുട്ടിക്ക് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ടൈലറിങ് ഷോപ്പുള്ളവരടക്കം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് കട്ടിങ് മാസ്റ്റർ അടുത്ത് കൊടുത്ത് അവരാണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് തരുന്നത്. നമ്മളതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അവരെ കയ്യിൽ കൊടുത്തിട്ട് കട്ട് ചെയ്യണതിന് ഒരു ഫീസും വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണിയുടെ മുകളിൽ വെക്കുക, അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നിങ്ങളുടെ അളവുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പാറ്റേൺ നമ്മളുടെ തുണിയുടെ മുകളിൽ വെക്കുക, അടയാളപ്പെടുത്തുക, വെട്ടുക, ഇത്രയാണ് നമുക്ക് പണി വരുന്നതുള്ളൂ. പിന്നെ കഴുത്ത് നമ്മൾ വെട്ടാതെയും കൊടുക്കുന്നുണ്ട്, കഴുത്ത് നമ്മൾ വെട്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ഇഷ്ടത്തിന് കഴുത്ത് അവർ പല മോഡലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ അളവ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക, മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇനി കഴുത്ത് വെട്ടിയിട്ട് അതിൻ്റെ കഴുത്ത് സെപ്പറേറ്റ് ആയിട്ട് അതും കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുരിദാറാണെന്നുണ്ടെങ്കിൽ ചുരിദാർ, പാൻറ്റ്, അതുപോലെ തന്നെ ബ്ലൗസ്, ചുരിദാർ, പാൻറ്റ്, കൈ, കഴുത്ത്, ഇങ്ങനെ ഒരു സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൗസ് ആണെങ്കിലും അതിൻ്റെ ഒരു സെറ്റ്, നൈറ്റി ആണെങ്കിലും അതിൻ്റെ ഒരു സെറ്റ്, അങ്ങനെയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പാണെങ്കിൽ ടോപ്പിൻ്റെ എന്തൊക്കെ വേണ്ടത് വെച്ചെങ്കിൽ അത് അങ്ങനെ സെറ്റ് ബൈ സെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം കട്ടിങ് മാസ്റ്ററിനെ കൊണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ടാണിത് കട്ട് ചെയ്യിപ്പിക്കുന്നത്. മെറ്റീരിയൽസൊക്കെ നമ്മൾ കൊടുക്കുക, അവർ കട്ട് ചെയ്ത് തരിക. ഇപ്പോഴും കട്ട് ചെയ്തിട്ടായിട്ടില്ല, ഞാനൊരു പീസ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ജസ്റ്റ് നമ്മൾ തുണിയുടെ മുകളിൽ വെക്കുക, വരക്കുക, അത്രയാണ് നമുക്ക് പണി വരുന്നതുള്ളൂ. കാരണം ഇതിൻ്റെ എന്താണെന്ന് പറയുക, തയ്യൽ തുമ്പടക്കം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പാറ്റേൺ വരക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ പാറ്റേൺ തുണിയുടെ മുകളിൽ വെക്കുക, വരച്ചെടുക്കുക, അത്രയാണ് നിങ്ങൾക്ക് പണി വരുന്നുള്ളൂ. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുണ്ട്, പക്ഷേ നമ്മളിതിൻ്റെ വീഡിയോസ് കാര്യങ്ങളും ചെയ്യാതിരുന്നത് നമുക്ക് വെട്ടിയിട്ട് ആവാത്തതുകൊണ്ടാണ്. ഇപ്പോഴും വെട്ടിയിട്ട് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാനൊരു പീസ് എടുത്തു കൊടുത്തിട്ട് ഞാൻ തന്നെ വെട്ടിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ യാതൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അഥവാ നിങ്ങൾക്ക് എങ്ങനെയും കംപ്ലൈൻറ്റ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിട്ടേൺ തരാനുള്ള അവസരമുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കത് റിട്ടേൺ തരാം. നമ്മുടെ കയ്യിൽ നിന്ന് ബുട്ടിക്കുള്ള ആളുകളടക്കം നമുക്ക് ഷോപ്പിലേക്ക് മേടിച്ചു കൊണ്ടുപോകണം. ബൾക്കായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു സംഭവങ്ങൾ മേടിച്ചു കൊണ്ടു. കാരണം വലിയ പണിയില്ല. പിന്നെ ടൈലറിങ് അറിയില്ല, ഞാനിതെങ്ങനെ ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. കാരണം ഇത് വാങ്ങുക, നമ്മൾ തുണിയുടെ മുകളിൽ വെക്കുക, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, വെട്ടിക്കൊടുക്കുക, ഇത്രയാണ് പണി വരുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചുരിദാറിനാണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങാണ് ഇപ്പോൾ അന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പാറ്റേൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇനി ഏത് ടൈലറിങ് അറിയാത്ത ആളുകൾക്കും ഈ പാറ്റേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ച് നമ്മുടെ മക്കൾക്കാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ പാറ്റേൺ മേടിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്ച്ചു കൊടുത്ത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഒരുപാട് പാറ്റേൺ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഒരു പാറ്റേൺ എങ്ങാനും വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക്
സൈസ് കുറച്ചിട്ടും സൈസ് കൂട്ടിയിട്ടും നമുക്ക് തയ്ച്ചെടുക്കാം. അതായത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ മേലെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എല്ലാ തരം പാറ്റേണുകളും വാങ്ങണമെന്ന്. എല്ലാ തരം പാറ്റേണുകളും ഒരാളെ കൊണ്ട് ചിലപ്പം വാങ്ങാൻ കൂട്ടിയാൽ പറ്റൂല എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പാറ്റേൺ, അതായത് ചുരിദാറിൻ്റെ ഒരു പാറ്റേൺ മേടിച്ചിട്ട് അതിൽ, അതായത് എക്സലാണ് നിങ്ങൾ മേടിച്ച് വെച്ചെങ്കിൽ എക്സലിനെക്കാട്ടും മീഡിയമാണ് നിങ്ങൾക്ക് അടിക്കേണ്ടത് വെച്ചെങ്കിൽ അതിനേക്കാൾ കുറച്ച് അളവ് എടുക്കുക. എക്സൽ മേടിച്ചിട്ട് അതിനേക്കാൾ ഡബിൾ എക്സലാണ് നിങ്ങൾക്ക് അടിക്കേണ്ടത് വെച്ചെങ്കിൽ അതിനേക്കാൾ കുറച്ച് തുണി കൂട്ടിയിട്ട് വെട്ടുക. ഇത്രയാണ് പണി വരുന്നുള്ളൂ. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറ്റേൺ എല്ലാം നമ്മൾ വാങ്ങണമെന്ന്. അതേപോലെ തന്നെ മക്കളുടെ ആണെങ്കിലും അതെ, ഓരോ പാറ്റേൺ വാങ്ങുക. അതായത് ഫ്രോക്കാണെന്ന് വെച്ചെങ്കിൽ ഫ്രോക്ക് പല തരം ഉണ്ടാവും, അപ്പോൾ നമ്മൾ പലതരം പാറ്റേൺ തന്നെ വാങ്ങേണ്ടി വരും. ചുരിദാറിലൊക്കെയാണെന്ന് വെച്ചെങ്കിലാണ് നമുക്കൊരു പാറ്റേൺ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത്, അതുപോലെ തന്നെ നൈറ്റിയിലാണെങ്കിലും അതെ, ഒരു പാറ്റേൺ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമ്പോൾ തന്നെ നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് വാങ്ങാനൊന്നും കാശ് കയ്യിലുണ്ടായിന്നൊന്നും വരില്ല. അപ്പോൾ ജസ്റ്റ് ഓരോ പാറ്റേൺ മേടിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരുടെ ഡൗട്ടുകളാണ് ഓരോന്നായിട്ട്. അപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്തെന്ന് മാത്രം. ഇനി നാളത്തെ വീഡിയോ ഇത് നമ്മൾ തയ്ച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചുരിദാർ കട്ടിങ് നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ക്യാൻവാസൊക്കെ വെച്ചിട്ടാണ് നാളത്തെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ അതിൻ്റെ വീഡിയോസിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. ബൾക്കായിട്ടുള്ള പാറ്റേണുകളുടെ വീഡിയോസൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. എല്ലാതരം പാറ്റേണുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് വരും, വീഡിയോസുകളിൽ ഉണ്ടാവും. കട്ട് ചെയ്ത് ആവാത്ത ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ടൈലറിങ് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് ഈ ഒരു വീഡിയോസ്. ആരും നമ്മൾ ഇതുപോലെ പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ട് ആരും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ നല്ല ടൈലറിങ് അറിയുന്ന ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ ആ ശരിക്കുള്ള അളവാണല്ലോ നമ്മളെ പാറ്റേണിൽ വെട്ടുന്നത്, ആ പാറ്റേൺ ആണല്ലോ നമ്മുടെ തുണിയിലും നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കണവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓരോരുത്തരും ഓരോ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഓരോ ഡൗട്ടുകൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യണില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം പാറ്റേൺ എങ്ങനെയാണ് ഉപയോഗിക്കുക, അത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനൊരു വീഡിയോസ് തന്നെ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമുക്ക് ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പാറ്റേൺ കോംബോ ഓഫറിലൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.